അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ഞാനും വായിച്ചു. അപ്പോൾ ഈ നോവലിനെ പറ്റിയിട്ട് ഒരു ചെറിയ റിവ്യൂ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു റീഡിങ് ഹാബിറ്റുള്ള എല്ലാ ആളുകളും തന്നെ ഓൾമോസ്റ്റ് ഇത് വായിച്ച് തീർന്നിട്ടുണ്ടാവും. ഞാനായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് വായിക്കുന്ന ആൾ. പക്ഷേ ഞാൻ അങ്ങനെ റീഡിങ് ഹാബിറ്റുള്ള ഒരാളല്ല. ഇതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും നോവൽസ് ഞാൻ വായിച്ച് തീർക്കാറുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ ഇത് അങ്ങനെ ഒരു സാഹിത്യം തുളുമ്പുന്ന ഒരു നോവലൊന്നുമല്ല. അത് ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ ഇതിൻ്റെ ഓത്തർ, അദ്ദേഹം നോവലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ലക്ഷണമൊത്ത നോവൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെയല്ല, ഇതൊരു സിനിമാറ്റിക് നോവലാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന ഒരാൾ ഒരു സ്റ്റോറി നമ്മൾക്ക് പറഞ്ഞിരുന്നു. ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു നോവല് ഫുള്ളും ചെയ്തിരിക്കുന്നത്. നല്ലൊരു നോവലാണ്. നമുക്ക് ഇത് വായിച്ച് തീർന്നാലും ഇതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കും. റാം, ആനന്ദി, മല്ലി, വിനീഷ് എല്ലാ ക്യാരക്ടേഴ്സും തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇത് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ചിലപ്പോൾ ഇത് ഫിലിമൊക്കെ ആയിട്ട് വരും, അത് നമുക്കറിയില്ല. പക്ഷേ എനിവേ എല്ലാവർക്കും ഇനി വായിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വായിക്കുക. എനിക്കിത് കിട്ടിയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു 2 വീക്സ് മുമ്പ് എറണാകുളത്തേക്ക് ഒരു ട്രാവൽ ചെയ്തപ്പോൾ അവിടെ കോൺവെൻറ്റ് ജംഗ്ഷനിൽ ഒരു DC ബുക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം സൈഡിലുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും ആ ഷോപ്പ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് തോന്നി കയറാനായിട്ട്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ നോവൽ എൻ്റെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കുറേ പേര് റിവ്യൂസ് ചെയ്തേക്കുന്നതും ഓത്തർ പറഞ്ഞേക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് വാങ്ങി പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റി. കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ തോന്നും, അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ നല്ലൊരു നോവലാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി ഇത് വായിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. നിങ്ങളുടെ റിവ്യൂസും ഇതുപോലെ പറയുക. ഒരു വർത്താണ് നോവല്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യില്ല. നല്ലൊരു നോവലാണ്. അപ്പോൾ താങ്ക് യു.